ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും കേട്ട ഒരു പേരാണ് ബ്രെക്സിറ്റ്, ബ്രിട്ടീഷ് എക്സിറ്റ് ഫ്രം ദ യൂറോപ്യൻ യൂണിയൻ. അതായത് 2016 യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ഒരു രാജ്യം യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന കൂട്ടായ്മയിൽ നിന്ന് പുറത്തേക്ക് പോയതിനെയാണ് ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞത്. ഈ ബ്രെക്സിറ്റ് ഒരു യാഥാർത്ഥ്യമായപ്പോൾ അന്നത്തെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമാണ് യൂറോപ്യൻ യൂണിയൻ എന്ന ഒരു ആശയം അതിൻ്റെ അവസാനം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ഈ അടുത്തും പത്രമാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും യൂറോപ്യൻ യൂണിയന്റെ അവസാനം ആരംഭിച്ചോ, യൂറോപ്യൻ യൂണിയൻ ഇല്ലാതെയാവുകയാണോ എന്നുള്ളത്. അതിന് കാരണം 2024 ജൂണിൽ നടന്ന യൂറോപ്യൻ പാർലമെന്ററി തിരഞ്ഞെടുപ്പാണ്. ഈ യൂറോപ്യൻ പാർലമെന്ററി തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്തത് യൂറോപ്പിലെ ഫാർ റൈറ്റ് പാർട്ടികളാണ്. ഫാർ റൈറ്റ് പാർട്ടികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഫ്രാൻസിലെ നാഷണൽ റാലി, ജർമ്മനിയിലെ ഓൾട്ടർനേറ്റ് ഫോർ ഡ്യൂഷ്ലാൻഡ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഫോർ ജർമ്മനി, ഇറ്റലിയിലെ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി തുടങ്ങിയ പാർട്ടികളാണ്. ഈ പാർട്ടികളെല്ലാം, ഈ ഫാർ റൈറ്റ് പാർട്ടികളെല്ലാം കോർത്തിണക്കുന്ന അവരുടെ ഒരു കോമൺ ആയിട്ടുള്ള ആശയം എന്ന് പറയുന്നത് യൂറോ സ്കെപ്റ്റിസിസമാണ്. അതായത് യൂറോപ്യൻ യൂണിയൻ എന്ന ആശയത്തോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ വിരോധം. ദ യൂറോപ്യൻ യൂണിയൻ ഇസ് എ സുപ്രാനാഷണൽ എൻറ്റിറ്റി വിത്തിൻ യൂറോപ്പ്. അതായത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ചേർന്ന ഒരു സാമ്പത്തിക രാഷ്ട്രീയ കൂട്ടായ്മയാണ്, ശക്തിയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ഇത്രയധികം ഇഴചേർന്ന, ഇത്രയധികം വളർന്ന ഒരു രാഷ്ട്രീയ കൂട്ടായ്മ, രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാകുമോ എന്നുള്ളതും സംശയമാണ്. യൂറോപ്യൻ യൂണിയൻ എന്ന ഈ ഏകീകൃത രാഷ്ട്രീയ സംവിധാനം നിലവിൽ വരുന്നത് 1992 മാസ്ട്രിച്ച് ട്രീറ്റി അല്ലെങ്കിൽ മാസ്ട്രിച്ച് ഉടമ്പടിയിലൂടെയാണ്. 1992 നെതർലൻഡ്സിലെ ഒരു ചെറിയ സ്ഥലമായ മാസ്ട്രിച്ചിൽ വെച്ച് ഒപ്പിട്ട ഈ മാസ്ട്രിച്ച് ട്രീറ്റി അറിയപ്പെടുന്നത് ദ ഫൗണ്ടേഷണൽ ട്രീറ്റി ഓഫ് യൂറോപ്യൻ യൂണിയൻ എന്നാണ്. ഇന്ന് 27 അംഗരാജ്യങ്ങളുള്ള യൂറോപ്യൻ യൂണിയന് മറ്റേത് ഓർഗനൈസേഷനും, ലോകത്തുള്ള മറ്റേത് ഓർഗനൈസേഷനും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൊതുവായിട്ടുള്ള കറൻസി, യൂറോ എന്ന കോമൺ കറൻസി. മറ്റുള്ള പ്രത്യേകതകളാണ് യൂറോപ്യൻ യൂണിയനകത്തുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അതായത് ഷെൻജൻ ഏരിയ. നിങ്ങൾ ഷെൻജൻ വിസ എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. മറ്റൊരു പ്രത്യേകതയാണ് കോമൺ മാർക്കറ്റ്, പൊതുവായ യൂറോപ്യൻ കമ്പോളം. ഇന്ത്യയെ പറ്റി നമ്മൾ പറയും ഇന്ത്യയുടെ 3 പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, അതായത് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എന്ന്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെയും സുഗമമായ പ്രവർത്തനത്തിന് ഈ വിങ്ങുകളെല്ലാം ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് യൂറോപ്യൻ പാർലമെന്റ് ആണ്. അതായത് യൂറോപ്യൻ യൂണിയനകത്തുള്ള നിയമനിർമ്മാണം നടത്തുന്നു. നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് സിമിലർ ആയിട്ടുള്ളതാണ് യൂറോപ്യൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, കൗൺസിൽ ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ. മൂന്നാമത്തേത് ഒരു സെൻട്രൽ ബാങ്ക് ആണ്, നമ്മുടെ റിസർവ് ബാങ്ക് പോലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. നാലാമത്തേത് യൂറോപ്യൻ യൂണിയന്റെ ജുഡീഷ്യൽ സിസ്റ്റമാണ്, ദ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ. അതായത് മറ്റ് രാജ്യങ്ങളിൽ ഉള്ളതുപോലെ ഒരു പ്രോപ്പർ സംവിധാനം യൂറോപ്യൻ യൂണിയന്റെ അകത്തുമുണ്ട്. യൂറോപ്യൻ യൂണിയൻ എന്ന ആശയത്തിന്റെ തുടക്കം 1990-കളിലല്ല. യൂറോപ്യൻ യൂണിയന്റെ ആശയത്തിന്റെ തുടക്കം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറേ വർഷം പുറകോട്ട് പോകണം. അതായത് ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 1918 വരെ നീണ്ടു നിന്നു. രണ്ടാം ലോക മഹായുദ്ധം 1939 മുതൽ 1945 വരെ നീണ്ടു നിന്നു. ഈ 2 ലോക മഹായുദ്ധങ്ങളും നടന്നത് യൂറോപ്യൻ കോണ്ടിനെന്റിലാണ്. നമുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരാം. ഒരു വശത്ത് ഫ്രാൻസ്, UK, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ, മറുവശത്താകട്ടെ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വന്നാലോ, അവിടെയും ഒരു വശത്ത് ഫ്രാൻസ്, UK, സോവിയറ്റ് യൂണിയൻ, മറുവശത്ത് ജർമ്മനി, ഇറ്റലി. അതായത് 2 ലോക മഹായുദ്ധങ്ങളും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് യൂറോപ്യൻ കോണ്ടിനെന്റിലാണ്. അതുകൊണ്ട് തന്നെ ഒരു 3ാം ലോക മഹായുദ്ധം യൂറോപ്പിൽ ഉണ്ടാകരുത് എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവരുടെയും ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അവർ തീവ്രമായിട്ട് പരിശ്രമിച്ചു. അതിന്റെ ഫലമാണ് 1951 ഇഷ്യൂ ചെയ്യപ്പെട്ട യൂറോപ്പ് ഡിക്ലറേഷൻ. ഈ 1951 യൂറോപ്പ് ഡിക്ലറേഷന്റെ കീഴിലാണ് 1951 തന്നെ യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി സ്ഥാപിക്കപ്പെട്ടത്. അതായത് അന്ന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന കോൾ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, യൂറോപ്പിലെ കോൾ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ഏകീകൃത കമ്പോളം, സിംഗിൾ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് 1957 ട്രീറ്റി ഓഫ് റോം അല്ലെങ്കിൽ റോം ഉടമ്പടിയുടെ കീഴിൽ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി EEC സ്ഥാപിക്കപ്പെട്ടു. അതായത് നമ്മൾ ഇന്ന് കാണുന്ന യൂറോപ്യൻ യൂണിയൻ പല ഘട്ടങ്ങളിലായി, പല കാലഘട്ടങ്ങളിലായി ഇവോൾവ് ചെയ്തു വന്ന ഒരു ഓർഗനൈസേഷനാണ്. യൂറോപ്യൻ യൂണിയനകത്ത് കോമൺ ആയിട്ടുള്ള കറൻസി യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് യൂറോ സോൺ എന്നറിയപ്പെടുന്നത്. ഇന്ന് അങ്ങനെ 20 രാജ്യങ്ങളുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയനകത്തുള്ള എല്ലാ രാജ്യങ്ങളും യൂറോ എന്നുള്ള കറൻസി ഉപയോഗിക്കുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വീഡൻ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ യൂണിയൻ മെമ്പറാണ്. പക്ഷേ സ്വീഡൻ ഉപയോഗിക്കുന്നത് യൂറോ അല്ല, സ്വീഡന്റെ സ്വന്തം കറൻസി ആയിട്ടുള്ള സ്വീഡിഷ് ക്രോണയാണ്. ഷെങ്കൻ ഏരിയ, ഷെങ്കൻ വിസ എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ ഷെങ്കൻ ഏരിയ? 1985
ലക്സംബർഗിലുള്ള ഒരു ചെറിയ പ്രദേശമായ ഷെങ്കനിൽ വെച്ച് ഒപ്പിട്ട ഒരു ഉടമ്പടി പ്രകാരമാണ് ഈ ഷെങ്കൻ ഏരിയ എന്നുള്ള ആശയം ഉരുത്തിരിഞ്ഞത്. അതായത് യൂറോപ്പിനകത്തുള്ള പല രാജ്യങ്ങളുടെ ബോർഡർ ഫ്രീ ആയിട്ടുള്ള അതിർത്തി നിയന്ത്രണമില്ലാത്ത പല രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഷെങ്കൻ ഏരിയ. ഒരു ടൂറിസ്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക പാസ്പോർട്ട് ആവശ്യമില്ല എന്ന് സാരം. മറ്റൊരു ലോകമഹായുധം ഒഴിവാക്കുക അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഐക്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം യൂറോപ്യൻ യൂണിയൻ നല്ല ഭംഗിയായി നിറവേറ്റുന്നുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, യൂറോപ്യൻ യൂണിയൻ തകർന്നു കഴിഞ്ഞാൽ അതുവഴി തകരാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറൻസികളിൽ ഒന്നായിട്ടുള്ള യൂറോയാണ്. അത് യൂറോപ്യൻ രാജ്യങ്ങളെ മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടുന്ന ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചേക്കാം. ലോക സമാധാനത്തിന് ഏറ്റവും നല്ലത് രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള സഹകരണമാണ്. അങ്ങനെയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭ പോലെ, യൂറോപ്യൻ യൂണിയൻ പോലെ, സാർക്ക് പോലെ, ആസിയാൻ പോലെയുള്ള കൂട്ടായ്മകൾ ഇനിയും ശക്തി പ്രാപിച്ചേ മതിയാകും. എറൗണ്ട് ദ വേൾഡ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.